നമസ്കാരം. കാസർഗോഡ് പ്രവാസി വ്യവസായി പുച്ചക്കാട് ഫാറൂഖിയ പള്ളിക്ക് സമീപത്തെ ബൈത്തുർ റഹ്മയിൽ MC അബ്ദുൽ ഗഫൂർ ഹാജിയുടെ 55 മരണം ദുർമന്ത്രവാദത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്ന് തെളിഞ്ഞു. കേസിൽ ദമ്പതികളും 2 സ്ത്രീകളും ഉൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്തു. ഉള്ളിയടുക്കത്ത് നാഷണൽ നഗർ തുരുത്തി സ്വദേശി ബാരാമിയത്തൽ മങ്ങാട് ബൈത്തുൽ ഫാത്തിമിലെ TM ഉബൈസ് 32, ഭാര്യ KH ഷമീന ജിനുമ്മ, മുക്കാട് ജിലാനി നഗറിലെ താമസക്കാരൻ പുച്ചക്കട്ടെ PM അസ്ഫിന 36, മധൂർ കല്യായിലെ ആയിഷ 43 എന്നിവരാണ് അറസ്റ്റിലായത്. സ്വർണം ഇരട്ടിപ്പിച്ച് വിശ്വസിപ്പിച്ച് കൈക്കലാക്കിയത് 596 പവൻ. തിരികെ ചോദിച്ചുള്ള വിരോധത്തിലാണ് കൊലപാതകമെന്ന് പ്രതികൾ മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു. ചുമരിൽ തലയിടിപ്പിച്ചാണ് മരണം ഉറപ്പുവരുത്തിയത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 14 പുലർച്ചെയാണ് ഗഫൂർ ഹാജിയുടെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹൃദയാഘാതം മൂലം മരിച്ചതെന്ന് വീട്ടുകാർ കരുതിയത്. ദുർമന്ത്രവാദത്തിനായി പ്രത്യേക വസ്ത്രം ധരിക്കണമെന്നും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വീട്ടിൽ മറ്റാരും പാടില്ലെന്നും പറഞ്ഞതായി ഗഫൂർ ഹാജിയെ കുറിച്ച് സുഹൃത്തുക്കൾ വീട്ടിലേക്ക് വരുന്നുണ്ടെന്നും പറഞ്ഞത് ഭാര്യയും മക്കളും ഉൾപ്പെടെയുള്ളവർ മേൽപ്പറമ്പിലെ ബന്ധുവീട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. സഹോദരങ്ങൾ ഉൾപ്പെടെ ബന്ധുക്കളായ 12 പേരിൽ നിന്ന് ഗഫൂർ ഹാജി വാങ്ങിയത് 596 പവൻ സ്വർണമാണ്. കാണാതായതോടെയാണ് സംശയമുണ്ടായത്. തുടർന്ന് മകൻ പോലീസിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകി. മൃതദേഹം ഖബറിൽ നിന്ന് പുറത്തെടുത്തു നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ തലയ്ക്ക് പരിക്കേറ്റതായി കണ്ടെത്തി. കർമ്മസമിതി രൂപീകരിച്ച് പോലീസ് സ്റ്റേഷനിൽ മാർച്ച് ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെയും കൈമാറിയത്. മുഖ്യ പ്രതിയെന്ന് കരുതുന്ന KH ഷമീന ഹണി ട്രാപ്പ് കേസിലും പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളിൽ നിന്ന് 29 പവൻ സ്വർണം കണ്ടെടുത്തു.